എങ്ങനെയാ അവർ പാവങ്ങളാവണേ? ഡ്രഗ്സ് അടിച്ച് കുടിച്ച് ബീഡിയും വലിച്ച് ശോഷിച്ച വാക്കുകൾ പറഞ്ഞ് കിറങ്ങി നടക്കണവർക്ക് എങ്ങനെയാണ് പുതുജീവൻ വരുന്നത്? മനസ്സിലാക്കാൻ പഠിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ജോലിക്ക് പോകണമെങ്കിലും എന്തെങ്കിലും നഴ്സിംഗ് ജോലി എന്തെങ്കിലും സ്ട്രോങ് ആയിട്ട് ചെയ്യുമ്പോഴും ബൈബിളൊക്കെ ഈ മൂട്ടിന്ന് വിടൽ തന്നെയായിരുന്നു. മൂട്ടിന്ന് വിടുന്നതൊന്നും നിങ്ങൾ നിർത്തും. മൂടിൻ്റെ ജോലി ചെയ്തോളില്ലേ. ഈ ഉറങ്ങി എണീറ്റിട്ട് ഉറങ്ങണ പോലെ കണ്ണും തുറന്ന് നടന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ? തമ്മിൽ തമ്മിൽ കുഴിച്ചടിച്ചിട്ട് ആയിക്കോടെ വരുന്നത് സദ്വചനങ്ങൾ വരേണ്ടത്, സ്ട്രോങ് കാര്യങ്ങൾ. തമ്മിൽ തമ്മിൽ കുഴി ചാടിക്കണ വെട്ടിത്തല്ല വരേണ്ടത്. ശോഷിച്ച ഹിന്ദുസും ശോഷിച്ച മുസ്ലിംസും ശോഷിച്ച റോമൻ കാത്തലിക്സും അവർ കാല് വെട്ടണം മുമ്പ് അവരുടെ കാല് വെട്ടണം. അങ്ങനെ നിങ്ങൾക്ക് മാറാൻ തയ്യാറല്ല, മനസ്സിലാക്കാൻ പഠിക്കുക. ശരിക്കുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ ശോഷിച്ച അവസ്ഥയിൽ മുഴുകി ഈ ശോഷിച്ച ഹിന്ദുസും ശോഷിച്ച ആക്സെപ്റ്റ് ചെയ്തതിനും കിട്ടും. ശോഷിച്ച ഹിന്ദുസും ശോഷിച്ച മുസ്ലിംസും ശോഷിച്ച റോമൻ കാത്തലിക്സും ഈ വിഡിത്ത റിപ്പീറ്റ് ചെയ്തിട്ട് വിഡ്ഡി ആൻറ്റി ക്രൈസ്റ്റ് കന്യാസ്ത്രീകൾ നൺസ് അവരുടെ ഒരു വിഡ്ഡി സിനിമകൾ ഉണ്ടാക്കി വെച്ചിരുന്നത്. ജീവനില്ലാത്ത വിഗ്രഹാരാധന കൊണ്ട് എല്ലാ വക വിഡ്ഡിത്തം കൊണ്ടുവച്ച് തലയിൽ കയറ്റി നടക്കുന്ന ആൻറ്റി ക്രൈസ്റ്റ് ചെകുത്താൻ ബാധിതരാണ് ഇവർ. എല്ലാ കന്യാസ്ത്രീകളും എല്ലാ വക കുച്ചന്മാരും ഈ പാതിരി വേഷം വേണ്ടെന്ന് പറയുമ്പോൾ പാതിരി വേഷം കെട്ടി വിലയില്ലാണ്ട് ഓരോ ദിവസവും റിപ്പീറ്റ് ചെയ്യണം ഈ വിഡ്ഢിത്തം. ഒരു വിലയുള്ള സാക്രിഫൈസ് ചെയ്തിരിക്കണം. മഹാപുരിതനുണ്ട്. എല്ലാ പരിശുദ്ധം പറഞ്ഞിട്ട് ഇല്ലാത്ത ഒരു പരിശുദ്ധനും ഇല്ല. മനുഷ്യരെങ്ങനെ പരിശുദ്ധനാവണേ? ജീവനുള്ള ദൈവം മാത്രം വിശുദ്ധൻ എന്ന് പറയാം. അത് വിശുദ്ധർക്ക് ചേർന്നതാണ്. അല്ലാണ്ട് ജീവനില്ലാത്ത വിഡ്ഢിത്തം അല്ല. അത് വെറുതെ കോപ്പുകളെല്ലാം സമയത്തിന് കാലത്തിനനുസരിച്ച് ആവണം. അപ്പോൾ അത് എല്ലാ വക വിഡ്ഢികളും ജീവനില്ലാത്ത ചെകുത്താൻ ബാധിതരെ പരിശുദ്ധനെ വിളിച്ചിട്ട് എല്ലാ ആൻറ്റി ക്രൈസ്റ്റ് ജീവനില്ലാത്ത പ്രതിമകളും ജൽപ്പനയും ജപമാല ആരാധിച്ച് കുമ്മുട്ടി കോഹലാലും ഇതിന് സപ്പോർട്ട് കൊടുത്തിട്ട് കൂർക്കാൻ്റെ വിഡ്ഢി ക്യാമറയുടെ മുന്നിൽ പ്രൂഫുണ്ടല്ലോ ഈ ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത്. വിഡ്ഢി പ്രൂഫും വെച്ച് എളിഞ്ഞ മോന്ത വെച്ചിട്ട് ഡ്രസ്സിലിട്ട് കാര്യമില്ല. ചെകുത്താൻ ബാധിതരാണ് ഇങ്ങനെയുള്ള വിഡ്ഢികൾ. ആൻറ്റി ക്രൈസ്റ്റ് ഏത് ആദിവാസി വെളുത്തതാണെങ്കിലും കറുത്തതാണെങ്കിലും ഇവർക്ക് തലയ്ക്ക് വിവരമില്ലാത്തതുകൊണ്ട് ഈ ശോഷിച്ച വാക്കുകൾ പറഞ്ഞ് പാതിരി വേഷം കിട്ടുക അതൊക്കെ ശരിയാന്ന് ധരിച്ചിട്ട് വിലയില്ലാണ്ട് വലിയ മണമുള്ള സാരിയും എടുത്തിട്ട് ഈ ജീവനില്ലാത്ത വിലയില്ലാണ്ട് ചെയ്യണം വിഗ്രഹാരാധനയും പാതിരി വേഷം കെട്ടിയിട്ടുള്ള കുരുബാനയും എല്ലാം കണ്ട് അവർ തലയ്ക്ക് വെളിവില്ലാണ്ടിരിക്കുകയാണ്. അന്നേ തൊട്ട് ഞാൻ ചെറുപ്പത്തിൽ തൊട്ട് അങ്ങനെ എല്ലാവരും എൻ്റെ മുഖത്തോക്കി വെഡിത്തം പറഞ്ഞാൽ എൻ്റെ മുഖത്തോക്കി എന്താ വെഡിത്തം പറയാൻ പറ്റാത്തത് എന്താണാവോ? അപ്പോൾ മനസ്സിലാക്കാം. ഇല്ല പറയാത്തതുകൊണ്ടാണ് പറയണേ. പറഞ്ഞവർ വെഡിത്തം പറഞ്ഞ് നടന്നവർ ഇത് പറയുമോ? ഇല്ല. അങ്ങനെ പറയിപ്പിച്ചെങ്കിലും പറയുമോ? ഇല്ല. കുടിച്ച് ലക്ക് കെട്ട് ഡ്രഗ് അടിച്ച് ചെകുത്താൻ ബാധിതരെ പോലെ വശം കെട്ട് ശോഷിച്ച വാക്കുകൾ വായെന്ന് വന്ന് ഓരോന്ന് പറഞ്ഞിരിക്കും. മൂട്ടിന്ന് വിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അവർക്ക് വീണ്ടും ശവപ്പെട്ടിയുടെ കാര്യമില്ല. ഈ കോപനയും കുമ്മുട്ടിയും കോഹലാലും ജീവിതത്തിന് അർത്ഥമില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിഡ്ഢികൾ വിഗും പെട്ടതലെത്തികളും കൊടവയറെത്തികളും ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കണേ. അവർക്ക് അവരുടെ വായിന്ന് പറയിപ്പിക്കാണ്ട് ഇങ്ങനെ സദ്വചനങ്ങൾ സ്ട്രോങ് കാര്യങ്ങൾ വരുമോ? ഇല്ല. ആരെയും പറയിപ്പിച്ച വളഞ്ഞ രീതിയിലുള്ള ജീവിത സിറ്റുവേഷൻ ആരെയും കത്തികുത്ത് നടത്തി അടിപിടി നടത്തി അല്ലെങ്കിൽ വേറെ ബലാത്സംഗം ചെയ്തു ഫാമിലി കൊലപാതകം ചെയ്തു. ഇവിടെ കേട്ടുകേൾവി അയ്യെന്ന് പറയുമ്പോൾ ഈ വൃത്തികെട്ട സ്റ്റോറി ആ വിഡ്ഢി ക്യാമറയുടെ മുന്നിൽ പ്രൂഫാക്കി വെച്ച് വളിഞ്ഞ ചിരിയും ചേച്ചി മണ്ടൻ ഡയലോഗ് അവരുടെ ചിത്രത്തിലുള്ള ഇവരുടെ ചിത്രത്തിലില്ലാത്ത മണ്ടൻ ഡയലോഗ് അടിച്ച് കുറേ വളിഞ്ഞ സാധനങ്ങൾ അതിന് കൈയടിക്കാൻ പോകും. ഇത് ഇറിറ്റേഷൻ വന്നിട്ട് കൊണ്ടിട്ട് പറയുന്നില്ല. ഞാൻ കുടിച്ച് നടന്നതിന് 30 വർഷം കുടിച്ച് നടന്ന് ലക്ക് കെട്ട് ഗുട്കിയും മൂക്കുപൊടി വലിച്ചിട്ട് അടുത്ത 30-20 വർഷം വീണ്ടും നടന്നതിനെ ഈ മിനിറ്റ് തൊട്ട് തുടങ്ങിയാനങ്ങനെ കുടിച്ച് ദേഷ്യം വരണം. ജീവനത്തെ വിഗ്രഹങ്ങൾ ആരാധിച്ച് നടക്കുന്നവരാണ് അവർ. തമ്മിൽ റെസ്പെക്റ്റ് കൊടുക്കാത്തവർ, തമ്മിൽ കുഴിയിൽ ചാടിക്കണ വെഡ്ഡികൾ. അവരുടെ വളിഞ്ഞ കോപനയുടെ മോന്ത കണ്ടാലറിയാം അവർ വളിഞ്ഞ ചെകുത്താൻ ബാധ്യതയാണെന്ന്. അത് മനസ്സിലാക്കാൻ പഠിക്കുക. അങ്ങനെയുള്ള വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ പ്രൂഫാക്കി വെച്ച് കുറച്ച് ജീവനകത്ത് വിഗ്രഹങ്ങളെ ആരാധിച്ച് വെഡ്ഡി പ്രൂഫും വെച്ചിരിക്കുകയാണ്. വളിഞ്ഞ ചിരിയും ചിരിച്ച് വിടവുള്ള പല്ലും വെച്ച് അങ്ങനെ ശരിക്കും ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. കുറേ അബ്രഹാം അവർ വളിഞ്ഞ മോന്ത കണ്ട ഒറ്റ അടിയോടെ മുഖത്തോടുത്ത് ഓടിപ്പിക്കാന്ന് തോന്നുന്നു. ഇങ്ങനെ വളിഞ്ഞ മോന്തകൾ ജീവിച്ചിരിക്കണതിൻ്റെ അർത്ഥം എന്താ? മുഖത്ത് നോക്കി സംസാരിക്കാറില്ല. അന്നേ തൊട്ട് കാണുന്നുണ്ട് ഇങ്ങനെയുള്ള വെഡ്ഡികൾക്ക് എൻ്റെ